ഡിയേഴ്സ്, അപ്പൊ നമുക്ക് ഓണം എക്സാമിന് +2 സ്റ്റാറ്റിസ്റ്റിക്സിലെ പോർഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോറിലേഷൻ അനാലിസിസിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് നമ്മളെ ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്. അതാണ് ബേസിക്കലി നമ്മളെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ടൈപ്സ്? പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ ആൻഡ് നോ കോറിലേഷൻ. ഇത് എക്സാമിന് പലതവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ടൈപ്സ് ഓഫ് കോറിലേഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് പറയാനായിട്ടും. നെക്സ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ഈ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഈ കാൾ പിയേഴ്സൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായിട്ട് എസ്എ പാർട്ടിൽ വരാറുള്ള ചോദ്യമാണ് നമ്മളുടെ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാം അതിന്റെ ഇക്വേഷൻ വരുന്നത് ആർ എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഇതാണ് നമുക്ക് ഒരു ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എസ് എ പാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു എൻ സമേഷൻ എക്സ് വൈ മൈനസ് സമേഷൻ എക്സ് സമേഷൻ വൈ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ സമേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമേഷൻ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സമേഷൻ വൈ സ്ക്വയർ മൈനസ് സമേഷൻ വൈ ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞു വരുന്നത്. സോ ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് ആർ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇത് വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ആറ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. എസ് എ പാർട്ടിലാണ് വരുന്നുണ്ടായിരിക്കും. ഒന്നും കൂടെ ഒന്ന് പറയാണ്. സോ ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആക്ച്വലി വരുന്നത്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് റോ എന്നാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇനി നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പറഞ്ഞു രണ്ട് ഇക്വേഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സമേഷൻ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1. ഇങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതാ ഈ ഒരു വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സമേഷൻ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n. സോ ഇതാണ് ഒരു ഇക്വേഷൻ. അതായത് റാങ്ക് റിപ്പീറ്റ് ചെയ്യാത്ത കേസിൽ, അതായത് റാങ്ക്സ് ആർ നോട്ട് റിപ്പീറ്റഡ്, റാങ്ക്സ് ആർ നോട്ട് റിപ്പീറ്റഡ്, റാങ്കുകൾ ഇവിടെ എന്താണ്? റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓരോരുത്തർക്ക് എന്താണ്? സെപ്പറേറ്റ് റാങ്കുകളാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്ന കേസാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റോയിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത് 6 സമേഷൻ ഡി സ്ക്വയർ പ്ലസ് കറക്ഷൻ ഫാക്ടർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1, അഥവാ റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സമേഷൻ ഡി സ്ക്വയർ പ്ലസ് കറക്ഷൻ ഫാക്ടർ ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നത്. താഴത്തെ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റിൽ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മളുടെ റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്ന കേസിലെ ഇക്വേഷൻ എന്ന് പറയുന്നത്. റാങ്ക്സ് റിപ്പീറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറെ ആൾക്കാർക്ക് എന്താണ് സെയിം റാങ്ക് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ പുതിയൊരാളും കൂടി ഉണ്ട്. ആരാണ്? കറക്ഷൻ ഫാക്ടർ. കറക്ഷൻ ഫാക്ടറിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. കറക്ഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എം ക്യൂബ് മൈനസ് എം ഡിവൈഡഡ് ബൈ 12. ഇതാണ് നമ്മളെ കറക്ഷൻ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടൈംസ് റാങ്ക്സ് റിപ്പീറ്റഡ്, അല്ലെ നമ്പർ ഓഫ് റാങ്ക്സ് റിപ്പീറ്റഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് 50 എന്നുള്ളൊരു വാല്യൂ ഒരു 3 വട്ടം വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എം ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും. കാരണം എന്താണ്? ഒരേ വാല്യൂ തന്നെ എത്ര വട്ടം വരുന്നുണ്ട്? 3 വട്ടമാണ് വരുന്നത്. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്താണ്? 3 എന്നായിരിക്കും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ലൈവിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സോ ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓണം എക്സാമിനെ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.